നൽകിയിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന കുടുംബത്തെയാണ് സാഹസികമായി രക്ഷപ്പെടുത്തി ക്യാമ്പിലേക്ക് മാറ്റിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാറോടണഞ്ഞു കിടക്കുന്ന കുരുന്നുകൾ, സുരക്ഷിതത്വത്തിന്റെ തിളക്കമുള്ള കണ്ണുകൾ, ദുരന്തഭൂമിയിൽ പ്രതീക്ഷയുടെ പുഞ്ചിരി നൽകുന്ന മനോഹര കാഴ്ച. വനത്തിൽ കണ്ട ആദിവാസി സ്ത്രീയും മകനും അറിയിച്ചതനുസരിച്ചാണ് വനം വകുപ്പും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പരിശോധന ആരംഭിച്ചത്. 3 മക്കളും ഭർത്താവും കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് ശാന്ത വിവരം നൽകി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ, കിലോമീറ്ററുകളോളം ദുർഘടം പിടിച്ച വഴിയിലൂടെ യാത്ര. ഇതിവിടെ ഒരു ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് മീൻമുട്ടിന്റെ മോൾ വശത്തായിട്ട്. ഈ ഉരുൾപൊട്ടലിന്റെ ഈ ഗ്യാപ്പിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. വളരെ ഡേഞ്ചറസ് ഏരിയ ആണ്. ഒടുവിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള ഏറാട്ടുകുണ്ട് കോളനിയിലെ പാറപ്പൊത്തിൽ 3 കുട്ടികളെയും പിതാവായ കൃഷ്ണനെയും കണ്ടെത്തി. നല്ല സ്ഥലത്ത് പോട്ടാ കിടക്കാന്. 2 ദിവസം വിശന്നിരുന്ന കുരുന്നുകൾക്ക് ഉദ്യോഗസ്ഥർ ഭക്ഷണം നൽകി. നെഞ്ചോട് ചേർത്ത് സുരക്ഷിതത്വത്തിന്റെ ചൂട് പകർന്നു. കുട്ടികളിതാ അനൂപിന്റെ കയ്യിൽ കുട്ടിയുണ്ട്, അനിലിന്റെ കയ്യിൽ കുട്ടിയുണ്ട്, പിന്നെ അച്ഛൻ കൃഷ്ണന്റെ കയ്യിലാണ് ഒരു കുട്ടിയുള്ളത്. കൂടുതൽ കണ്ണൻ വാച്ചറാണുള്ളത്, ജയന്തൻ അപ്പുറത്തുണ്ട്. പുറം ലോകവുമായി പരിചയമില്ലാത്ത കുട്ടികളെ ഫോറസ്റ്റിന്റെ ക്യാമ്പ് ഷെഡിന് പുറത്ത് ഷെഡ് കെട്ടി താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുകയാണ്. വയനാട്.